Hi everyone, good morning. Hope you are doing well. Get Ami here. എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഗ്രേറ്റ്. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ആമി ടോക്ക് നിലവിലെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നിലവിലെ ആമി ടോക്കിൻ്റെ വ്യൂവേഴ്സ് ആയാലും ലൈക്കായാലും മാഷാല്ലാ അൽഹംദുലില്ലാ ഒരുപാട് ഇൻക്രീസ് ഉണ്ട്. അതുപോലെ തന്നെ ചില ടൈമിങ്ങിൽ ലൈക്കിങ് വളരെയധികം കുറവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും സാരമില്ല, പടച്ചവൻ്റെ കൃപയാൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അത് വളരും ചെയ്യുമെന്ന് പൂർണ്ണ വിശ്വാസമാണ്. അതുപോലെ സബ്സ്ക്രൈബിൻ്റെ നോക്കുന്ന സമയത്ത് 242 സബ്സ്ക്രൈബർ മാത്രം നിലനിൽക്കുന്നില്ല, സാരമില്ല. എന്നാലും എന്നെ ഇതുവരെ എത്തിച്ച സപ്പോർട്ട് ചെയ്ത എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡും ഒരുപാട് താങ്ക്സുകളും പറയുന്നു. കാരണം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ടായത്. മാഷാ അല്ലാ ഗ്രേറ്റ്. ഇനിയും മുന്നോട്ടേക്ക് പോകാൻ നാഥൻ തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ആമി ടോക്ക് വളർന്നു വന്നതിൻ്റെ സാഹചര്യം എന്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമി ടോക്ക് വളർന്നു വന്നതിൻ്റെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടീം മെമ്പേഴ്സിൽ നിന്നാണ് ആമി ടോക്ക് വളർന്നിട്ടുണ്ടായത്. ആദ്യം ഒരു സ്റ്റുഡൻറ്റിൽ നിന്നാണ് ആമി ടോക്ക് ഓരോ സ്റ്റുഡൻസിലേക്ക് അത് കവർ ചെയ്തിട്ടുണ്ടായത്. ഒരു സ്റ്റുഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആത്മഹത്യ ഡിപ്രഷനിലേക്കാണ് പോയിട്ടുണ്ടായത്. ജീവിതം മടുത്തു. കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി ആയിരുന്നു, 2 കുട്ടികളുണ്ട്. അപ്പോൾ ജീവിതം മടുത്തു എന്ന സാഹചര്യത്തിലൂടെയാണ് എന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായത്. ആ സമയത്ത് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു വന്നു. എന്താ പറയുക, ഇനി കുട്ടികളോ ഒന്നിച്ചിട്ട് പോകാനോ ഹസ്ബൻഡ് ഒന്നിച്ചിട്ട് പോകാനോ എനിക്ക് പറ്റൂല, ഇനി എനിക്ക് സൂയിസൈഡ് മാത്രമേ ഉള്ളൂ. ആ സൂയിസൈഡിലേക്ക് പോകുന്ന സമയത്താണ് എന്നെ കണക്ട് ചെയ്തതും. ഞാൻ ഒരുപാട് കാര്യങ്ങളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു 2 മന്ത്സോളം ആ ഒരു സ്റ്റുഡൻസിന് ഞാൻ നല്ല രീതിയിൽ മോട്ടിവേഷൻസും ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. മാഷാ അല്ലാ അൽഹംദുലില്ലാ ആ കുട്ടി ഫാഷൻ ഡിസൈനിങ് വരെ അത് പഠിച്ചു. നല്ലൊരു ഉയർന്ന പോസ്റ്റിലേക്ക് തന്നെ പോയി. ഇന്ന് ആ മക്കളും ആ ഹസ്ബൻഡും ഇന്നും പൂർണ്ണ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എൻ്റെ ടീം മെമ്പേഴ്സോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മളെ തളർത്താൻ ഒരുപാട് ടീം മെമ്പേഴ്സ് വരും. നമ്മൾ പറയുന്ന വാക്കിലായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലായാലും ഒരുപാട് ടീം മെമ്പേഴ്സ് നമ്മളെ തളർത്തും. നിന്നെക്കൊണ്ടൊന്നും പറ്റൂല എന്ന് പറയുന്ന ടീം മെമ്പേഴ്സിൻ്റെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ റിസൾട്ട് മാത്രമാണ്. അവരെന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, അവർ അത് പറഞ്ഞല്ലോ, എന്നെ പല രീതിയിലും മോശം വാക്കുകൾ പറഞ്ഞല്ലോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കണം. ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ വാക്കുകൾ പുറത്തേക്ക് വരേണ്ടത്. അതുപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസും